നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സഖാവും അതുപോലെ CPMൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ പദവി വഹിക്കുന്ന റഹീമും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ മാസ്റ്ററും ജയിലിലേക്ക് പോകും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. കുംഭമേള വൈറൽ താരം മൊണാലിസ ഭോസ്ലെയുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വലിയ വിഷയം വന്നിരിക്കുന്നത്. പ്രായത്തെ ചൊല്ലിയൊരു വലിയ തർക്കം ഇപ്പോൾ വന്നിട്ട് അത് കേസായിട്ടുണ്ട്. വിവാഹ സമയത്ത് മൊണാലിസയ്ക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ലെന്നും അവൾ ഒരു മൈനർ ആണെന്നുമാണ് പെൺകുട്ടിയുടെ കുടുംബവും വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള സംഘടനകളും ആരോപിക്കുന്നത്. 2009 ജനന സർട്ടിഫിക്കറ്റ് ഉയർത്തിക്കാട്ടിയാണ് അവർ ഈ പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ തനിക്ക് 18 വയസ്സായെന്നും 2008 ജനുവരി 1 താൻ ജനിച്ചതെന്നും അവകാശപ്പെട്ട് മൊണാലിസയും ഫർമാനും ആധാർ കാർഡും മറ്റ് രേഖകളും ഹാജരാക്കി. ME ഗോവിന്ദൻ മാസ്റ്റർ, റഹീം, B ശിവൻകുട്ടി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഈ വിവാഹത്തിൽ പങ്കെടുത്തതാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. മതസൗഹാർദ്ദത്തിന് മാതൃകയാണ് കേരളമെന്ന് കാണിക്കുന്നതിനും കേരള സ്റ്റോറി ഉൾപ്പെടെയുള്ള വിവാദ സിനിമകൾക്ക് മറുപടിയായിട്ടുമാണ് CPMൻ്റെ നേതൃത്വത്തിലുള്ള നേതാക്കന്മാർ ഈ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിൽ പങ്കെടുത്തു. ഈ പെൺകുട്ടിയുടെ പ്രായത്തെ സംബന്ധിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നില്ല. പക്ഷെ അവർ അത് ജാഗ്രത പാലിക്കണമായിരുന്നു. കാരണം അവർ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ അവർ ജാഗ്രത പാലിക്കണമായിരുന്നു. പക്ഷേ ഇവർ നൽകിയ രേഖകൾ പ്രകാരം എല്ലാം 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെന്നും ഉള്ള രേഖകളായിരുന്നു. അതും പ്രകാരം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ K-സ്മാർട്ട് വഴി അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. എന്നാൽ പിന്നീടാണ് ഇത് വലിയ വിവാദങ്ങൾ ഉണ്ടാകുകയും കേസാകുകയൊക്കെ ചെയ്തു. പൂർത്തിയായ പെൺകുട്ടി വിവാഹം കഴിപ്പിച്ചു എന്നാരോപിച്ച് മധ്യപ്രദേശിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ മധ്യപ്രദേശ് SC/ST കമ്മീഷൻ കേരളത്തിൽ എത്തി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ കേസിൽ ഇവർ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ നടപടികൾ ഇവർക്കെതിരെ ഉണ്ടാകുകയില്ല. എങ്കിൽ പോലും ഇതൊരു പോക്സോ കേസ് പോലുള്ള കാര്യങ്ങളാണ്. കാരണം വിവാഹം 18 വയസ്സിന് മുമ്പാണെങ്കിൽ അത് പോക്സോ കേസിലേക്ക് പോകും. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ടിരുന്ന് ചെയ്തു അല്ലെങ്കിൽ അവരുടെ ജാഗ്രതയെക്കുറിച്ചൊക്കെ കോടതിയാണ് ഇനി കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. എങ്കിലും ഇവർ ഇപ്പോൾ കേസിൽ ഇവരും സാക്ഷികളായിട്ട് ഇവരെയും കൂടെ ചേർക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും ഏത് സംഘടനയായാലും, കാരണം നമ്മുടെ കേരളത്തിലെ ഒരു കാര്യം പോലും അല്ല, മറ്റു സംസ്ഥാനത്തു നിന്ന് വന്നൊരു കാര്യമാണ്, അത് കുറച്ചുകൂടെ ജാഗ്രത പാലിക്കണമായിരുന്നു. ഇതിപ്പോൾ ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ആൾക്കാരൊക്കെ ഇത് നാട്ടുകാരോട് മറുപടി പറയേണ്ട ഒരവസ്ഥയിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും ഇവർ ജയിലിലൊന്നും പോകത്തില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നിയമപ്രകാരമായിട്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചു, അതായത് ഈ നേതാക്കന്മാരെ ഈ മൊണാലിസ ഭോസ്ലെയും ഫർമാൻ ഖാൻ എന്ന അവരുടെ ഭർത്താവും കൂടെ തെറ്റിദ്ധരിപ്പിച്ചു ആണ് ഇങ്ങനെ നടത്തിയെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുകയില്ല. അപ്പോൾ അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.